നമസ്തേ, നമസ്തേ, നമസ്തേ. അപ്പോ ഇന്നത്തെ വിഷയം ഞാൻ ഓർക്കണേ, ഞാൻ ഈ എന്താ പറയുക, ജനസിസ് ഉണ്ടല്ലോ, ജനസിസിനെ കുറിച്ച് സംസാരിക്കാം. ജനസിസിൽ യഹോവ പറയുന്ന നുണ, പുത്രന്റെ നുണ, യേശുവിന്റെ നുണ നിങ്ങൾ കുറെ കേട്ടല്ലോ. ഇനി പിതാവിന്റെ നുണ എന്ന് കേട്ടോളൂ. തന്തയും മകനും രണ്ടും വാ തുറന്ന നുണ മാത്രം പറയുള്ളൂ. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വാ തുറന്ന നുണ മാത്രം പറയണം. കാരണം ഈ സ്പിരിറ്റാണ് ഇവരുടെ ഉള്ളിൽ ഇരിക്കുന്നത്. അതിന് നുണ മാത്രം പറയാൻ അറിയാൻ പാടുള്ളൂ. സത്യമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ഇവിടെ ഇത് കണ്ടോളൂ. ഇത് ഉൽപ്പത്തി പുസ്തകം, പഴയ നിയമം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം. ഓൾറൈറ്റ്, നൗ 16-17 വാക്യങ്ങളാണ്. ഇതാണ് സംഭവം. ഓക്കെ, അവിടെ നിന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തു. തിന്നുന്ന ദിവസം മരിക്കുന്ന ആദമിനോട് പറയണേ. നൗ ആദം മരിച്ചത് എത്രാം ദിവസമെന്ന് നിങ്ങൾ കണ്ടോളൂ. ആദത്തിന്റെ ഇത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം. ആദത്തിന്റെ മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ 5-ാം അധ്യായം 5-ാം വാക്യം. ആദത്തിന്റെ ജീവിതകാലം 930 വർഷമാണ്. അതിനുശേഷം അവൻ മരിച്ചു. അപ്പോ ഈ കനി തിന്നിട്ടും ആദം 930 വർഷം ജീവിച്ചു. യഹോവ പറഞ്ഞെന്താണ്? തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോ തിന്നുന്ന ആളിൽ മരിക്കുമെന്ന് പറയുകയും ചെയ്തു. ആദം അത് കഴിക്കുകയും ചെയ്തു. എന്നാലോ ആദം ഒട്ടും മരിക്കുന്നില്ല. അത് കഴിക്കുന്ന ഭാഗം കൂടി കാണിച്ചു തന്നേക്കാം. ഇനി പിന്നെ അതിലൊരു പ്രശ്നം വേണ്ട. അത് 3-ാം അധ്യായം. ഓൾറൈറ്റ്, 3-ാം അധ്യായം 6-ാം വാക്യം. ആ വൃക്ഷത്തിന്റെ ഫലം, പഴം, ഇത്രേ ഉള്ളൂ. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ, അതായത് ഹവ്വ, അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. കണ്ടോ, ഇത് 3-ാം അധ്യായം. 5-ാം അധ്യായത്തിലാണ് ആദം മരിക്കുന്നത്. അപ്പോ 2-ാം അധ്യായത്തിൽ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞത് നുണ. അത് നുണ. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്, നുണ പറഞ്ഞത്? കാരണം ഈ ഏദൻ തോട്ടത്തില് 2 വൃക്ഷങ്ങളുണ്ട്. ഒരു വൃക്ഷമല്ല, 2 വൃക്ഷമുണ്ട്. ഈ 2-ാം അധ്യായം, ഹോൾഡ് ഓൺ, ഇപ്പൊ തന്നെ കാണിച്ചു തരാം. 2-ാം അധ്യായം 9-ാം വാക്യം. ഓക്കെ, അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി. അപ്പൊ 2 വൃക്ഷമുണ്ട് അവിടുന്ന്. അവിടെ തോട്ടത്തിന്റെ നടുവിൽ 2 വൃക്ഷമുണ്ട്. എന്നിട്ട് പറയാണ്, തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്. അത് അറിവ്, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമാണ്. അത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറയണേ. അപ്പൊ പിന്നെ ഇവർ അങ്ങോട്ട് പോകും. പക്ഷെ ആക്ച്വലായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങോട്ട് പോകുന്നത് തടയണം. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജീവന്റെ വൃക്ഷമുണ്ട്. മനുഷ്യൻ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്നൊന്നും ജീവിക്കാനായിട്ട് വരും. നോക്കൂ, ഇവിടെ ഒരു ദൈവത്തിനെ കുറിച്ച് പറയണം ബൈബിള്. പക്ഷെ ആ ദൈവത്തിന് മനുഷ്യൻ എന്നൊന്നും ജീവിക്കാൻ പാടില്ല. മനുഷ്യൻ ആ ദൈവത്തിന്റെ ആഗ്രഹമാണ് മനുഷ്യൻ എന്നൊന്നും ജീവിക്കാൻ ഇടവരരുത്. അതുകൊണ്ടാണല്ലോ ഈ തോട്ടത്തിന് നടുക്ക് തന്നെ ഈ എന്നൊന്നും ജീവിക്കാൻ ഉതകുന്ന ജീവന്റെ വൃക്ഷവും അവിടെ തന്നെ നട്ടു വളർത്തിയത്. മനസ്സിലാവും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു പർദീസയും ഇല്ല, അവിടെ കിഴക്ക് ഭാഗത്തൊരു തോട്ടവും ഇല്ല, പിന്നെ അവിടെ തോട്ടത്തിന് നടുക്ക് ജീവന്റെ വൃക്ഷവും അറിവിന്റെ വൃക്ഷവും എന്നും പറഞ്ഞ് 2 വൃക്ഷങ്ങളും ഇല്ല. ഇതൊക്കെ ബൈബിളിൽ പറയുന്നതാണ്. യഹോവ മോസസിനെ കൊണ്ട് എഴുതിപ്പിച്ച 5 പുസ്തകങ്ങളിലെ ആദ്യത്തെ പുസ്തകത്തിലെ പറയുന്ന കാര്യങ്ങളാണിത്. ഇതൊന്നും സത്യമല്ല. പക്ഷേ ഇതിലൂടെ നമുക്ക് ഈ ഒരു കഥയിലൊരു മെസ്സേജ് ഉണ്ടല്ലോ, മനസ്സിലായോ? അപ്പോൾ കഥയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്തിനാണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അതിന്റെ ലക്ഷ്യം, ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്ന ആള് മനുഷ്യന്റെ ശത്രുവാണ്. മനുഷ്യൻ അറിവും നേടരുത്, മനുഷ്യൻ എന്നൊന്നും ജീവിക്കാൻ ഇടവരരുത്. അതായത് ഇപ്പൊ ഒരു
എന്താ പറയാ, ഒരു കോമ സ്റ്റേജിൽ കഴിയണ പോലെ മനുഷ്യൻ കഴിയണം. ഒരു അറിവും ഇല്ലാതെ. ഏഹ് അത് എന്നൊന്നും ജീവിക്കാനും പറ്റൂല, ചത്തും പോവും. മനസ്സിലായോ? അപ്പൊ പിന്നെ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തിനാ സൃഷ്ടിച്ചത്? മനുഷ്യന് ഒന്നിനെ കുറിച്ചും അറിവും പാടില്ല, മനുഷ്യൻ ചത്തും പോണം. അങ്ങനെ പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചെന്തിനാണ്? അപ്പോ രണ്ട് വൃക്ഷങ്ങളും തോട്ടത്തിൽ നിന്ന് അടുക്ക് തന്നെ വെച്ചിട്ട് ഒരു വൃക്ഷത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ആ വൃക്ഷം തോട്ടത്തിന് നടുവിലാണെന്നും പറയുന്നുണ്ട്. രണ്ടാമത്തെ അധ്യായത്തിലെ കൽപ്പന, അവിടെ ഞാൻ നേരത്തെ വായിച്ചില്ല, 16-ാം വാക്യം. അവിടെ ഈ തോട്ടത്തിന് നടുക്കാണ് ഈ വൃക്ഷം എന്ന് പറയുന്നില്ല. പക്ഷെ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക. അതെ, എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അപ്പോൾ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം തോട്ടത്തിന് നടുക്കാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് ആദമിനോട് പറയുന്നതാണ്. ഹവ്വ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് തോട്ടത്തിന് നടുക്കാണെന്ന്. മനസ്സിലായോ? അപ്പൊ അവർക്ക് ആ ഇൻഫർമേഷൻ ഉണ്ട്. അത് കണ്ടോളൂ, അതും കൂടി ഒന്ന് കണ്ടോളൂ. ഓക്കെ, ഓൾഡോ ഇതൊന്ന് മാറ്റിട്ടേ ഇരിക്കണം, എനിക്ക് ഡിസ്റ്റർബൻസ് പോലെ. ഓക്കെ, ഇപ്പോൾ ഓക്കെ. 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു. സർപ്പം കൗശലമേറിയതാണെന്ന് പറയണേ. യാതൊരു കൗശലവും കാണിക്കുന്നത് യഹോവയാണ്. 2 വൃക്ഷങ്ങൾ ഉണ്ടായിട്ട് അതിൽ മെയിൻ വൃക്ഷം ജീവന്റെ വൃക്ഷമാണ്. അതിനെക്കുറിച്ച് പറയാതെ ആ തോട്ടത്തിന് നടുക്കൊരു വൃക്ഷമുണ്ട്, അങ്ങോട്ട് നീ പോകരുത്, പോയി അവിടുത്തെ വൃക്ഷത്തിന്റെ കനി കഴിച്ചാൽ നീ മരിച്ചു പോകും. സത്യത്തിൽ എന്നൊന്നും ജീവിക്കാൻ ഉതകുന്ന കനി തരുന്ന വൃക്ഷം, ജീവന്റെ വൃക്ഷം തോട്ടത്തിന് നടുക്കാണ് ഇരിക്കുന്നത്. ആ തോട്ടത്തിന് നടുക്ക് പോയാലേ ഇവർക്ക് എന്നൊന്നും ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ തോട്ടത്തിന് നടുക്ക് പോയാൽ നീ മരിക്കും എന്ന് കള്ളം പറയുകയാണ് യഹോവ. കള്ളം പറയുന്ന ദൈവം. ഇതാണ് അള്ളാഹുവാണത്. അള്ളാഹുവും യഹോവയും ഒക്കെ ഒന്ന് തന്നെയാണ്. ആദമിനെ സൃഷ്ടിച്ചത് അള്ളാഹു എന്ന് ഖുറാൻ പറയുന്നു, ആദമിനെ സൃഷ്ടിച്ചത് യഹോവ എന്ന് ബൈബിള് പറയുന്നു. ഭാഷാന്തരം മാത്രമേ ഉള്ളൂ. യഹോവ എന്ന് ഹീബ്രുവിൽ പറയും, അള്ളാഹു എന്ന് അറബിയിൽ പറയും. രണ്ടും സെയിം ആള് തന്നെ. ഇത് കണ്ടോളൂ. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു. മാർക്ക് ചെയ്ത് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ ഫലം കണ്ട. അപ്പോൾ തോട്ടത്തിന് നടുക്ക് പോകാൻ പാടില്ല. തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ ഫലം പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും അരുത്. അതായത് ആ ഭാഗത്തായിട്ട് പോകാൻ പാടില്ല. എങ്ങാനും ആ പഴത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അപ്പോ സർപ്പം സ്ത്രീയോട് പറയുന്നു, പ്രതിവചിക്കണേ. സർപ്പത്തിന്റെ മറുപടി അതും കൂടി കേട്ടോളൂ. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അപ്പൊ യഹോവ പറഞ്ഞിരിക്കുന്നത് ഈ തോട്ടത്തിൽ നിന്ന് നടുക്ക് ചെന്നിട്ട് ഈ അറിവിന്റെ കനി നിന്നാൽ ഞങ്ങൾ മരിക്കുമെന്നാണ് യഹോവ പറഞ്ഞിരിക്കുന്നതെന്ന് സ്ത്രീ സർപ്പത്തോട് പറയുമ്പോൾ സർപ്പം പറയുന്നത് നിങ്ങൾ മരിക്കുകയില്ല. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? യഹോവ നിങ്ങളോട് ഈ പഴം തോട്ടത്തിൽ നിന്ന് നടുക്ക് പോയി ഈ പഴം ഭക്ഷിച്ചാൽ മരിക്കും എന്ന് പറഞ്ഞത് കള്ളമാണ്. യഹോവ നുണയനാണ് എന്നാണ് സർപ്പം പറയുന്നത്. പറയാതെ പറയുന്നത്. മനസ്സിലായോ? ഇവ നോക്കൂ, നമ്മളോട് ഒരാളൊരു കള്ളം പറയുന്നു. അപ്പോ നമുക്ക് വേണമെങ്കിൽ അയാളോട് മുഖത്തടിച്ച പോലെ പറയാം, നീ പറയുന്നത് നുണയാണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയാം. യു ആർ എ ലയർ, വാട്ട് യു ഹാവ് ജസ്റ്റ് സെഡ് ഇസ് എ ലൈ. നിങ്ങളിപ്പോൾ പറഞ്ഞത് ഒരു നുണയാണ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, വാട്ട് യു ജസ്റ്റ് സെഡ് ഇസ് ഇൻകറക്റ്റ് എന്ന് പറയാം. കറക്റ്റ് അല്ലെന്ന് പറയാം, ശരിയല്ലെന്ന് പറയാം. അങ്ങനത്തെ അത് മാന്യമായ രീതിയാണ് അങ്ങനെ സംസാരിക്കുന്നത്. സർപ്പം വളരെ മാന്യമായിട്ടാണ് സംസാരിക്കണം. ഡയറക്റ്റ് ആയിട്ട് യഹോവ നുണയനാണെന്ന് പറയുന്നില്ല. പക്ഷെ പറയാതെ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ മരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാ പറഞ്ഞത്? സ്ത്രീ സർപ്പത്തിനോട് പറഞ്ഞ, യഹോവ ഞങ്ങളോട് പറഞ്ഞു. സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോ
അതിന് മറുപടിയായിട്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അത് നുണയാണ്. സർവ്വ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല. ദൈവം മരിക്കൂ എന്ന് പറഞ്ഞത് നുണയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ദൈവമല്ല, പിശാചാണ്, നുണയനാണ് ഈ യഹോവ എന്നാണ് സർപ്പം പറയുന്നത്. മനസ്സിലായോ? അപ്പോ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ പോകാണ്ടിരുന്നത്, പേടിച്ചിട്ട്. മരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഫിയർ പോയി, ഭയം റിമൂവ് ചെയ്തു മനുഷ്യരുടെ ഉള്ളിൽ നിന്ന്. യഹോവ തന്നെ ഇട്ടുകൊടുത്ത് ചെലുത്തിയിരുന്ന മരണഭയം, സർപ്പം വന്നിട്ട് മനുഷ്യരുടെ ഉള്ളിലെ മരണഭയം നീക്കം ചെയ്യണേ. എന്താ ഒരു സംഭവം, എന്താ ഒരു സംഭവം. അങ്ങനെ മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ഈ സർപ്പം പിശാചും, മനുഷ്യര് നന്മതിന്മകൾ അറിയരുത്, മനുഷ്യൻ എന്നെന്നും ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന യഹോവ ദൈവവുമാണെന്നാണ് ബൈബിൾ പറയുന്നത്. മനസ്സിലായി? അതായത് പാല് വിഷമാണെന്നും വിഷം പാലാണെന്നുമാണ് പറയുന്നത്. അതുപോലത്തെ മിസ്റ്റേക്കാണത്. അപ്പോൾ മനസ്സിലായല്ലോ. ആ വൃക്ഷത്തിൻ്റെ സർപ്പം പറയുന്നത് മുഴുവനും വായിക്കാം. നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. അത് തിന്നുന്ന ദിവസം എന്ത് സംഭവിക്കും? അത് തിന്നാലും എന്ത് സംഭവിക്കും? നിങ്ങളുടെ കണ്ണ് തുറക്കും. അതാണ് സംഭവിക്കാൻ പോണ. പക്ഷെ യഹോവ പറഞ്ഞെന്താണ്? അത് തിന്നാൽ നിങ്ങൾ മരിക്കും. നമ്മുടെ കണ്ണ് തുറക്കണതാണോ നമ്മുടെ മരണം? കണ്ണ് തുറക്കണത് നമ്മുടെ ജനനമാണ് ശരിക്കും പറഞ്ഞാൽ. മനസ്സിലായോ? മരണമല്ല അത്. ഓക്കെ. അപ്പോൾ മനുഷ്യരുടെ കണ്ണ് തുറക്കാൻ കാരണക്കാരനാരാണ്? സർപ്പമാണ്. അറിവിന്റെ കണ്ണ് തുറക്കാൻ. നിങ്ങൾ നോക്കൂ, രാമായണ സീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ അകത്ത് ഈ രാമലക്ഷ്മണന്മാരുടെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ഒക്കെ ഉപനയനമുണ്ട്. ഉപനയനം. അപ്പോൾ അവിടെ വെച്ച് ഉപനയനം തുടങ്ങുന്നതിന് മുമ്പ് ശ്രീരാമൻ ഒരു ചോദ്യം ചോദിക്കും. വസിഷ്ഠനാണ് ഉപനയനം നടത്തുന്നത്, വസിഷ്ഠ മഹർഷി. ഉപനയൻ കാ മത്ലബ് അർത്ഥ് ക്യാ ഹേ എന്ന് ചോദിക്കും. മത്ലബ് എന്നല്ല, മത്ലബ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉറുദു ആയിരിക്കും. അർത്ഥ് ക്യാ ഹേ എന്ന് ചോദിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഉപനയനം എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് ചോദിക്കും. അപ്പോൾ ഇതിനെ വസിഷ്ഠനെ അങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. നയൻ കാ അർത്ഥ് ക്യാ ഹേ എന്ന് ചോദിക്കും. നയനം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അപ്പോൾ പറയും കണ്ണെന്ന് പറയും. ഉപനയനം എന്ന് വെച്ചാൽ മറ്റൊരു കണ്ണ്, വേറൊരു കണ്ണ്, അറിവിന്റെ കണ്ണ്, അത് നൽകുന്നതാണ് ഉപനയനം. അപ്പൊ കണ്ട, ഇവിടെ അറിവിന്റെ ആദമിന്റെ ഹവ്വയുടെ ഉപനയനമാണ് നടത്തുന്നത് സർപ്പം. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? കണ്ണ് തുറക്കണേ. ആ സർപ്പമാണ് ഈശ്വരൻ. അപ്പോൾ ഈശ്വരനായിരിക്കുന്ന സർപ്പത്തെ പിശാചെന്നും പിശാചായ യഹോവയെ ദൈവമെന്നും വിളിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ഇത് നിരോധിക്കാതെ, ഈ ഗ്രന്ഥം നിരോധിക്കാതെ ഈ ലോകത്തിൽ, നമ്മുടെ ലോകത്തിൽ സമാധാനം എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ സ്വപ്നത്തിൽ പോലും നമുക്ക് കിട്ടില്ല. അത്ര വലിയ പാപമല്ലേ ചെയ്യണത്. പിന്നെ എവിടെയാണ് സർപ്പമാണ് പിശാച് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയും കൂടി ഞാൻ തന്നേക്കാം. ഹോൾഡ് ഓൺ എ സെക്കൻഡ്. അത് ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ്. അതിൻ്റെ പേര്, ബുക്കിൻ്റെ പേര് റെവലേഷൻ, വെളിപാട്. വരുന്നു, കണ്ടോളൂ. റെവലേഷൻ 12-ാം അധ്യായം 9-ാം വാക്യത്തിലാണ്. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം, ആദിയിലെ ദ സെർപ്പന്റ് ഓഫ് ദ പ്രൈമൽ ഏജ് ഹൂം വി കോൾ ദ ഡെവിൾ ഓർ സൈറ്റൻ, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതിയത്. അപ്പോൾ ആ സർപ്പമാണ് നേരത്തെ നിങ്ങൾ യോഹന്നാൻ്റെ ഈ മോശയുടെ ആദ്യ പുസ്തകം, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന സർപ്പം. അപ്പോൾ ആ സർപ്പമാണ് പിശാച് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 12-ാം അധ്യായം 9-ാം വാക്യം. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം. വഞ്ചന എന്ന് വെച്ചാൽ എന്താണ്? നുണ പറയുന്നവനാണ് വഞ്ചകൻ. മനസ്സിലായോ? ലൈ എന്ന് വെച്ചാൽ എന്താണ്? മറിയം വെബ്സ്റ്റർ പറയുന്നത് ലൈ ഈസ് എ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് വിത്ത് എൻ ഇന്റൻഷൻ ടു ഡിസീവ്. വഞ്ചിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി പുറപ്പെടുവിക്കുന്ന പ്രസ്താവനയാണ് നുണ. മനസ്സിലായോ? അതായത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം കിൻഡർ ഗാർഡനിലെ കുട്ടികളോട് ടീച്ചർ ചോദിക്കണേ, രണ്ടും എത്രയാണ് ചോദിക്കണേ. അപ്പോൾ കുട്ടികൾ, അവർക്ക് വിവരമില്ലല്ലോ, കൊച്ചു കുട്ടികളല്ലേ, അവർ പറഞ്ഞ ചില 5 എന്ന് പറയും, 6 എന്ന് പറയും, 8 എന്ന് പറയും, പലതും പറയും. മനസ്സിലായോ? ചില കറക്റ്റ് മറുപടിയും പറയും. ഈ തെറ്റ് മറുപടി പറയുന്ന ആൾക്കാർ, കുട്ടികളുണ്ടല്ലോ, ദേ ആർ നോട്ട് ലയേഴ്സ്. കാരണം അവരാരും വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അവരറിയാതെ പറയണത്. എന്നാൽ ഇതേ ചോദ്യം തന്നെ ഒരു
5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോടാണ് ചോദിക്കണമെങ്കിൽ അവന് ഓൾറെഡി അറിയാം 2 2 4 ഇല്ലേ. അപ്പോൾ അവൻ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ലയറാണ്. അവൻ അതാണ് ആ കാരണം അവൻ അത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പറയണേ. അതാണ് വഞ്ചനയുടെ ഡെഫിനിഷൻ, നിർവചനം അതാണ്. മനസ്സിലായി, നുണയുടെ നിർവചനം. അപ്പോൾ ഇവിടെ നുണ പറയുന്ന ആരാണ്? യഹോവയാണ് നുണ പറയുന്നത്. സർപ്പം എന്താണ് പറഞ്ഞത്? നമുക്ക് തിരിച്ചു പോകാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക്. സർപ്പം പറഞ്ഞ എന്താണ്? ഹോൾഡ് ഓൺ. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, തിന്നുന്ന ആളിൽ മരിക്കില്ല. ഞാൻ ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞല്ലോ, തിന്നുന്ന ആളിൽ മരിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം പറയുന്നത് ആദത്തിന്റെ ജീവിതകാലം 930 വർഷമാണ്, അതിനുശേഷം അവൻ മരിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ? അതെ, കണ്ടോ? അതെ, 5 അതും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. 5-ാമത്തെ അധ്യായം 5-ാം വാക്യം. ആദത്തിന്റെ ജീവിതകാലം 930 വർഷമാണ്, അതിനുശേഷം അവൻ മരിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണ്ടേ. അതായത് ഇവിടെ നുണ പറഞ്ഞത് യഹോവ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ജീവന്റെ കനി തോട്ടത്തിന് നടുക്കാണെന്ന് യഹോവ പറയുന്നില്ല. തിന്നരുതാത്ത കനി തോട്ടത്തിന് നടുക്കാണെന്നാ പറയണ. ആദ്യം യഹോവ പറയുന്ന ഡയലോഗ് ഒന്ന് നിങ്ങളൊന്നും കൂടി ഒന്ന് കേൾക്കുക. എന്താണ് യഹോവ പറഞ്ഞത്? 2-ാം അധ്യായം 16-ാം വാക്യം, 16-ഉം 17-ഉം വാക്യം. ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. എവിടെയാക്കി? ഏദൻ തോട്ടത്തിലാക്കി. അവിടെ നിന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. അതായത് ജീവന്റെ കനി ഇവർക്ക് തിന്നാം എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കനികളും തിന്നാം. അപ്പോൾ ജീവന്റെ കനിയും തിന്നാം. പക്ഷേ ജീവന്റെ കനി ഇരിക്കുന്ന തോട്ടത്തിന് നടുവിലാണ്. അങ്ങോട്ട് പോയാലല്ലേ തിന്നാൻ പറ്റുള്ളൂ. പോയി അവിടെ പറന്നു വന്ന് വീടില്ലല്ലോ ജീവന്റെ കനി. മനസ്സിലായോ? അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടുള്ള വഴി അടയ്ക്കണാണ് യഹോവ ചെയ്യുന്നത്. അതാണ് കൗശലം. അപ്പോൾ ഇവിടെ കൗശലക്കാരൻ ഒരൊറ്റ ആളെ മാത്രമേ ഉള്ളൂ. ആദമും അടുത്തും കൗശലമില്ല, ഹവ്വയുടെ അടുത്തും കൗശലമില്ല, സർപ്പത്തിന്റെ കൗശലമില്ല. കൗശലക്കാരൻ യഹോവയാണ്. അതുകൊണ്ട് പിശാച്. കാരണം ഇവിടെ പറയുന്നത് എന്താണ്? 3-ാമത്തെ അധ്യായം സർപ്പമാണ് പിശാചെന്നും പറഞ്ഞ് തുടങ്ങണേ ഉള്ളൂ. പക്ഷെ പിശാചിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്നാ പറയണത്? ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. കണ്ടോ? അവിടെ കിടക്കണുണ്ടോ? കൗശലമേറിയതായിരുന്നു സർപ്പം. ആ സർപ്പമാണ് പിശാച് എന്ന് പറഞ്ഞാൽ. അപ്പൊ പിശാച് എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. പിശാച് എന്ന് പറയുന്നത് കൗശലക്കാരനാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ആ കൗശലം യഹോവയിലാണ് നമ്മൾ കാണുന്നത്. അത് കുറച്ചുകൂടി വ്യക്തമാക്കാം. ഇപ്പൊ എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞെന്താണ്? സർപ്പം പറയുന്നത് എന്താണ്? സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ഇത്രയും മാത്രം പറഞ്ഞിട്ടുള്ളൂ സർപ്പം. സർപ്പത്തിന് ഡയലോഗ് തീർന്നു, വേറെ ഡയലോഗ് ഒന്നുമില്ല. അപ്പോൾ അത് കേട്ടിട്ട് അവരെന്ത് ചെയ്തു? ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. സർപ്പം എന്താ പറഞ്ഞത്? നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരും കണ്ണ് തുറക്കും. ഓക്കെ. യഹോവ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇത് കഴിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. സംഭവിച്ചത് എന്താണ്? സർപ്പം പറഞ്ഞതാണ് സംഭവിച്ചത്. അതായത് സർപ്പത്തിന്റെ ഉള്ളിലാണ് സത്യമുള്ളത്. സത്യവചസ് സർപ്പത്തിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. മനസ്സിലായോ? സത്യം സജ്ജനങ്ങളിൽ സാധുവായത് എന്നാണ് പറയുന്നത്. ശബ്ദധാരാവലി പറയണേ. നിങ്ങൾ സത്യത്തിന്റെ ഡെഫിനേഷൻ എടുത്ത് നോക്കിക്കോളൂ. ശബ്ദധാരാവലിയിൽ നല്ല മനുഷ്യരുടെ വായിന്ന് പറഞ്ഞതാണ് സത്യം. കള്ളന്മാർ നുണയല്ലേ പറയുള്ളൂ. മനസ്സിലായോ? നല്ല മനുഷ്യരാണ് സത്യം പറയുന്നത്. സജ്ജനം എന്ന് വെച്ചാൽ നല്ല മനുഷ്യര്. മനസ്സിലായോ? അപ്പൊ ഇവിടെ സത്യം പറയുന്നത് സർപ്പമാണ്. യഹോവയാണ് കള്ളൻ. കൗശലക്കാരനും യഹോവ തന്നെയാണ്. പിന്നെ കണ്ണ് തുറന്ന മാത്രമല്ലോ, സർപ്പം വേറെ എന്തെല്ലാം പറഞ്ഞു? നിങ്ങൾ മരിക്കുകയില്ല, തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ അതിന്റെ ബാക്കിയും കൂടി കണ്ടോളൂ. അതായത് 22-ാം വാക്യം, 3-ാം അധ്യായത്തിൽ തന്നെയാണ് 22-ാം വാക്യം. അനന്തരം
യഹോവ പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിലൊരുവനെ പോലെ ആയിരിക്കുന്നു. കണ്ടോ കണ്ടോ? അപ്പോ സർപ്പം പറഞ്ഞത് എല്ലാം അക്ഷരം പ്രതി സത്യമായി. സർപ്പം എന്താ പറഞ്ഞത്? നിങ്ങൾ തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. നിങ്ങൾ മരിക്കൂല, പക്ഷെ നിങ്ങളുടെ കണ്ണ് തുറക്കും. അവർ മരിച്ചില്ല, അവരെ കണ്ണും തുറക്കും. രണ്ട് സംഭവിച്ചു. പിന്നെ മാത്രമല്ല, നന്മയെ തിന്മ അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാലോ, യഹോവയ്ക്ക് അറിയാലോ. അനന്തരം അവിടെ നിന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിലൊരുവനെ പോലെ ആയിരിക്കുന്നു. അതായത് സർപ്പം പറഞ്ഞത് മൊത്തത്തിൽ സത്യമാണ്. ഇനി ഇവിടെ ഇതിന് ഒരു ചെറിയൊരു കാര്യവും കൂടി ഉണ്ട്. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തണേണ്. ജോലി കഴിഞ്ഞ് വന്നിപ്പോൾ 11 മണി കഴിഞ്ഞ്, 11 കാലമായി. ഒന്ന് ഉറങ്ങണം. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഒന്ന് നിങ്ങളൊന്ന് കണ്ടോളൂ. അത് യോഹന്നാന്റെ പുസ്തകം, പിശാചിനെ കുറിച്ച് യേശു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ജോൺ 8:44. ഓൾറൈറ്റ്. യേശു സംസാരിക്കണേ, യഹൂദരോട് സംസാരിക്കണേ. നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. ഇതേ കണ്ടോളൂ, മാർക്ക് ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ, അതായത് പിശാചാകട്ടെ, ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കണ്ടോ? സർപ്പത്തിലാണെങ്കിൽ സത്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ സർപ്പം പിശാചാണെന്ന് വെളിപാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ നേരത്തെ ഞാൻ വായിച്ചത് അത് നുണയല്ലേ? ബൈബിളിൽ നുണ പറയുകയല്ലേ? സർപ്പമാണ് പിശാചെന്ന്. ഹൂം വി കോൾ ദ ഡെവിൾ ഓർ സൈറ്റൻ എന്ന് പറയുന്നത് കള്ളമല്ലേ? കാരണം പിശാചെന്ന് പറഞ്ഞാൽ നുണയനാണ്. മനസ്സിലായോ? യേശു പറയുന്നത് അപ്പൊ നുണയെന്ന് പറഞ്ഞാൽ യഹോവയാണ്. യേശു എന്താ പറഞ്ഞത്? യഹോവയും യേശു ഒന്നാണെന്നാ പറഞ്ഞത്. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ നുണയനായ ആ പിശാച് തന്നെയാണ് യേശു. മനസ്സിലായോ? ഇതാണ്ടേ കണ്ടോളൂ. അതും കൂടി ഒന്ന് നിങ്ങളൊന്ന് കണ്ടോളൂ. ജോൺ 10:30. ടപ്പേന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തന്നെല്ലാം. ഞാനും പിതാവും ഒന്നാണ്. ഒരൊറ്റ വചനമുള്ളൂ, ചെറിയൊരു 3 വാക്ക് മാത്രമുള്ള ഒരൊറ്റ വചനമുള്ളൂ. ഞാനും പിതാവും ഒന്നാണ്. യേശു പിതാവ് ഒന്നാണെന്നാണ് പറഞ്ഞത്. യേശു പിതാവിനെ കാണിച്ചു തരാൻ പറഞ്ഞാൽ പറയും ഞാനും പിതാവ് ഒന്നാണെന്ന് പറയും. മനസ്സിലായോ? അതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെ. യോഹന്നാന്റെ പുസ്തകം 14-ാം അധ്യായം, 14-ാം അധ്യായം കണ്ടോളൂ. ദേ 14-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ പോണ. ഓക്കെ. പീലിപ്പോസ് പറഞ്ഞു, ഇത് അവസാനത്തെ സമയത്താണ്. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, കാരണം യേശു എപ്പോഴും പിതാവിനെ കുറിച്ച് സംസാരിക്കുമല്ലോ. അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? കണ്ടോ? യേശു പിതാവും രണ്ടും ഒറ്റ ആളാണെന്നാണ് യേശു പറയണത്, ഇവിടെ സമർത്ഥിക്കുന്നത്. പിതാവിനെ കാണിച്ചു തരാൻ പറയുമ്പോൾ. അല്ലെങ്കിൽ യേശു പറയും അയക്കപ്പെട്ടവനും അയച്ചവനും എന്നൊക്കെ പറയും. അതായത് യേശുവിനെ അയച്ചതാണ് പിതാവ് എന്ന് പറയും. അപ്പോൾ അത് വേറൊരാളായി. മനസ്സിലായോ? പക്ഷേ ഇവിടെ പറയുമ്പോൾ യേശുവും പിതാവും ഒറ്റയാളാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതും കൂടി നിങ്ങൾ കണ്ടോളൂ. ഇതിപ്പോൾ എന്താ പറയുക, ബോംബാർഡിങ് എന്ന് പറയില്ല, അതേപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷെ അതിലൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് ബൈബിൾ വചനം കാണിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ. നൗ മാത്യു, ഇതിപ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റമെന്റിലോട്ട് വരട്ടെ. മാത്യു. ഓക്കെ. പിതാവിനെ കാണിച്ചു തരിക. മാത്തായുടെ പുസ്തകം 24-ാം അധ്യായം. ഓക്കെ, കണ്ടോളൂ.
ഇത് നിങ്ങളൊന്ന് കാണണം. നോക്കൂ, 3-ാം വാക്യം. ഓക്കെ. അവൻ ഒലീവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ടെൽ us the date and hour of your second coming and the end of all things. അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നിന്റെ രണ്ടാം വരവിന്റെ, നിന്റെ പുനരാഗമനത്തിന്റെ എന്നാണ് പറയേണ്ടത്. ഇവരിങ്ങനെ പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ബൈബിൾ ഗേറ്റ്വേ പോയിട്ട് കൃത്യമായിട്ട് ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. ബൈബിൾ ഗേറ്റ്വേ, here we go. Matthew 24. Okay. Now he sat on the Mount of Olives. The disciples came to him privately, saying, tell us, when will these things be? And what will be the sign of your coming and of the end of the age? അതായത് യുഗത്തിന്റെ അവസാനം, അതിൻ്റെ നിന്റെ രണ്ടാം വരവ് എപ്പോഴാണ്, എന്നാണ് ഈ ലോകം അവസാനിക്കുന്നത് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ആൻഡ് ജീസസ് ആൻസേർഡ് ആൻഡ് സെഡ് ടു ദം, ടേക്ക് ഹീഡ് ദാറ്റ് നോ വൺ ഡിസീവ്സ് യു. നിങ്ങൾ ആരും വഞ്ചിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് ആൻസർ കൊടുത്താൽ മതി. ഇത് 3-ാം വാക്യത്തിലാണ്. നോക്കൂ, 3-ാം വാക്യത്തിലാണ് ഈ ചോദ്യം. പക്ഷേ യേശു മറുപടി കൊടുക്കണ എവിടെയാണെന്ന് അറിയാമോ? ഈ ചോദ്യത്തിൻ്റെ ടെൽ us the date and hour എന്ന് പറയുമ്പോൾ 36-ാം വാക്യത്തിലാണ് മറുപടി കൊടുക്കണം. ഓക്കെ. എന്ത് കള്ളനാണെന്ന് അറിയാമോ യേശു? കൗശലത്തിന്റെ അങ്ങേയറ്റമാണ് യേശു. ബട്ട് ഓഫ് ദ ഡേ ആൻഡ് ഹവർ നോ വൺ നോസ്. ആർക്കും അറിയാൻ പാടില്ല. ഞാൻ വരുന്ന ആ തീയതിയും മണിക്കൂറും ആർക്കും അറിയാൻ പാടില്ല. നോട്ട് ഈവൻ ദ ഏഞ്ചൽസ് ഓഫ് ഹെവൻ, ബട്ട് മൈ ഫാദർ ഒൺലി. എൻ്റെ പിതാവിന് മാത്രം അറിയാം. മനസ്സിലായോ? അപ്പൊ യേശുവിനെ അറിയാൻ പാടില്ലെന്നാണ് ഇവിടെ. നോക്കൂ, ഇതാണ് ബൈബിളിന്റെ പ്രശ്നം. പല വെർഷനുണ്ട് ബൈബിളിന്. ഓക്കെ. എന്താ പറയുക, ആകെ കൂടി 72 പുസ്തകങ്ങളാണുള്ളത്. അതിന് 5000-ത്തിലധികം ഒറിജിനൽസ് ഉള്ള പുസ്തകമാണ് ബൈബിൾ. അപ്പോൾ ഇത് ഒരു ഒറിജിനലിൽ നിന്നാണ് എഴുതിയേക്കുന്നത്. ഇനി ഞാൻ ഇത് തന്നെ വേറൊരു ഒറിജിനലിലോട്ട് പോവാം. അപ്പോൾ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ. ലെറ്റ്സ് ഗോ ഹിയർ. ഇതിലൊന്ന് നോക്കാം. 36. അതെ കണ്ട. No one knows when that day or time will be. Not the angels in heaven, not even the Son, only the Father knows. അപ്പോൾ നേരത്തെ ഞാൻ യേശു പറഞ്ഞതായിട്ട് കാണിച്ച കാര്യങ്ങളെല്ലാം നുണയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളിലാണ്, പിതാവ് എൻ്റെ ഉള്ളിലാണ് എന്നൊക്കെ യേശു പറയുന്നുണ്ടെങ്കിലും യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ തീയതിയും മണിക്കൂറും ചോദിക്കുമ്പോൾ യേശു പറയുന്നത് അത് നോ വൺ നോസ് വെൻ ദാറ്റ് ഡേ ഓർ ടൈം വിൽ ബി. ആ ദിവസമോ ആ സമയമോ എപ്പോഴാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. നോട്ട് ദ ഏഞ്ചൽസ് ഇൻ ഹെവൻ, സ്വർഗത്തിലെ മാലാഖമാർക്ക് പോലും അറിയാൻ പാടില്ല. നോട്ട് ഈവൻ ദ സൺ, പുത്രനും അറിയാൻ പാടില്ല. എന്തിനാണ് ഇങ്ങനെ വളച്ചു കെട്ടി ഇങ്ങനെ മൂക്കി പിടിക്കാൻ നോക്കണത്? ഇങ്ങനെ പിടിച്ചാൽ പോരെ. നോട്ട് ഈവൻ ദ സൺ എന്നല്ല, എനിക്കും അറിയില്ല എന്നല്ലേ പറയേണ്ടത്. മനസ്സിലായോ? പക്ഷെ പറയാതെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. നോട്ട് ഈവൻ ദ സൺ എന്ന് പറഞ്ഞാൽ എനിക്കും അറിയില്ല എന്നാണ് അർത്ഥം. ഒൺലി ദ ഫാദർ നോസ്, എൻ്റെ പിതാവിന് മാത്രം അറിയാം. അപ്പൊ ആ പിതാവല്ലേ യേശുവിൻ്റെ ഉള്ളിലിരിക്കണ്. യേശുവെ ആ പിതാവിൻ്റെ ഉള്ളിലിരിക്കുന്നതൊക്കെ പറഞ്ഞത് പിതാവിനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോ. അപ്പൊ അതൊക്കെ തള്ളായിരുന്നെന്ന് ഇപ്പൊ വ്യക്തമായില്ലേ? ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് വ്യക്തമാക്കേണ്ടത്? ഇപ്പൊ ഇത്തിരി നേരം കൊണ്ട് യേശുവിൻ്റെ അപ്പൻ്റെയും സോ കോൾഡ് ഡാഡിയുടെയും ഒരുപാട് കള്ളങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. ദയവ് ചെയ്ത് നിങ്ങളത് ഷെയർ ചെയ്ത് വിടുക. ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചില്ലെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്യണം. കാരണം ഇത് ലോകം ഈ സത്യം തിരിച്ചറിയുന്ന നാളിലാണ് ലോകത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. അല്ലാതെ സമാധാനം ഉണ്ടാവില്ല. കാരണം യേശു തന്നെ പറയുന്നത്, യേശു വന്നിരിക്കുന്നത് സമാധാനം തകർക്കാനാണെന്നാണ് യേശു വന്നിരിക്കുന്നതെന്നാണ് യേശു തന്നെ പറയുന്നത്. മനസ്സിലായോ? അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിർത്തനാണ് ഇന്നത്തേക്ക്. ഓക്കെ. ലൂക്കായുടെ പുസ്തകം
12-ാം അധ്യായം. ഓക്കെ, here we go. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അതായത് ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. ഭൂമി ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ലോകരക്ഷകന്റെ സംസാരമാണ്. ഞെരുക്കത്തിലാണത്രേ. എന്തിന്റെ ഞെരുക്കം? ഭൂമിയിൽ തീയിടാൻ ഞാൻ വന്നേക്കാനാണ്, പക്ഷെ ഭൂമി കത്തിജ്വലിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു വിഷമം. ഇങ്ങനെ പറയുന്നവരെയാണ് ലോകരക്ഷകൻ എന്ന് വിളിക്കുന്നത്. എന്ത് വലിയ അബദ്ധമാണ് അതെന്ന് ആലോചിക്കും. ഇതുപോലൊരു തെറ്റ് മനുഷ്യരാശിക്ക് വന്നിട്ടില്ല. ഇത് ഇത്രയും ഗ്രാവിറ്റി ഉള്ള ഒരു മിസ്റ്റേക്ക്. മനസ്സിലായോ? അപ്പോ ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിക്കും. മനസ്സിലായോ? അപ്പോൾ യേശു വന്നിരിക്കുന്നത് കുടുംബം കലക്കാനാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഈ യേശുവിനാണ് ലോകരക്ഷകൻ, കരുണാമയൻ എന്നൊക്കെ കുഞ്ഞാടുകൾ വിളിച്ചു പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ മാറ്റണ്ടേ? ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? അതിന് എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് വിടുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ ചാനൽ ഷെയർ ചെയ്യണം. ആളുകൾ വിവരം അറിയണം, സത്യം അറിയണം. സത്യത്തിലൂടെ ലോകത്തിൽ സമാധാനം ഉണ്ടാവും. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.